പ്രബോധനം പണ്ഡിതന്മാർ മാത്രം നിർവഹിക്കേണ്ട ഒന്നാണോ? പ്രബോധനം പണ്ഡിതന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റൂല. അപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എത്ര സ്വഹാബികളെ ഒഴിവാക്കേണ്ടി വരും? കാരണം സ്വഹാബത്ത് കിട്ടിയത് കൊണ്ട് പോവുകയായിരുന്നു അല്ലെ, പിന്നെ അവർക്ക് പിന്നീടാണ് കിട്ടുന്നത്. അപ്പോ നമുക്ക് വകൂനു റബ്ബാനിയീന, നിങ്ങൾ റബ്ബാനികളാകണം, പടിപടിയായി വളർത്തുന്നവരാകണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച ചെറിയ അറിവുകൾ കൊണ്ട് ജനങ്ങളെ വളർത്തുക. അപ്പൊ നമുക്ക് ലഭ്യമായത് വെച്ചിട്ട് ആളുകളിലേക്ക് ഇറങ്ങി പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊണ്ടുവരിക. മഹാനായ പിന്നെ സ്വഹാബി അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞല്ലോ, ലൗ വദഅതും അസ്സംസാമ അലാ ഹാദി, നിങ്ങൾ ഒരു കടിഞ്ഞാണ് കൊണ്ട് എന്നെ ബന്ധിക്കാൻ തീരുമാനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു കാര്യം എന്റെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ ഞാനത് എത്തിച്ചു കൊടുക്കും. ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും എന്ന് പറഞ്ഞാൽ എല്ലാ ആയത്തും കിട്ടിയോ? ഒരായത്തെങ്കിലും. മർറഅ മിൻകും മുൻകറൻ, ഇതിൽ പണ്ഡിതന്മാര് മാത്രമാണോ വരിക? അല്ല. അപ്പോ ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി എന്ന ഹദീസ് ഞാൻ ഇമാം നവവിന്റെ നേരത്തെ വായിച്ചു കേൾപ്പിച്ചില്ലേ? ഹദീസ് പണ്ഡിതന്മാര് വരും, ഫുഖഹാക്കള് വരും, ഖൈറുള്ളവർ എല്ലാവരും വരും. അവരൊരു നാട്ടിൽ എല്ലാവരും ഉണ്ടാകണമെന്നില്ല, പല നാട്ടിലായിരിക്കും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതൊക്കെ പണ്ഡിതന്മാര് വ്യക്താക്കി തന്ന കാര്യമാണ്. എന്തുള്ളൂ, നമ്മളെടുത്ത് തെളിവ് വെച്ചുകൊണ്ടുള്ള ഇൽമുണ്ടാകണം. നമ്മളെ വാക്കുകൊണ്ട് കാര്യമല്ല, നമ്മളെ പരിചയം കൊണ്ട് കാര്യമില്ല, ഞാൻ ഇങ്ങനെയാണ് എനിക്ക് അനുഭവം, അതുകൊണ്ടൊന്നും കാര്യമില്ല. കൃത്യമായ അറിവ് നമ്മുടെ കയ്യിൽ വേണം. ആ അറിവ് വെച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്.